ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം വീണ്ടും ആയുസ്സും ആരോഗ്യം നന്നായി ഒരു പ്രഭാതം കാണുവാൻ സഹായിച്ചതിനായി സർവസ്വനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ആണ് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രയീമിനും സർവ്വഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. സർവശക്തനായ ഞങ്ങൾ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വചനമായി ഞങ്ങൾ അല്പസമയം അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു. കർത്താവേ, വചനം കേൾക്കുന്ന ഏവരോട് നീ സംസാരിക്കണമേ. നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം നീ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണമേ. കർത്താവ്, നിൻ്റെ ഹൃദയം ഞങ്ങളെ അറിയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീങ്ങളോട് വാസ്തവമായി സംസാരിക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുനാമം തന്നെ ആമേൻ. നമ്മൾ തുടർമാനമായി വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ജെനസിസ് 7, എസ്രാ 7, മാത്യു 7, ആക്ട്സ് 7 ഇങ്ങനെ അധ്യായങ്ങളാണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിൽ നമ്മളായിരിക്കുന്നത്. ഇന്ന് ഞാൻ ആക്ട്സ് ആണ്, അപ്പോസ്തലപ്രവൃത്തിയാണ് നമ്മൾ നിങ്ങൾ മുമ്പിൽ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. 3 വചനങ്ങളും നമ്മൾ വായിച്ചു. പക്ഷേ നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്ത വചനങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പുൽപ്പിറ്റിൽ തകർക്കുന്ന പോലെ തകർക്കുന്നില്ല. വളരെ ശാന്തമായി ദൈവസേനയിൽ നമ്മൾ ചിന്തിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകൾ വരുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, തിരുത്താൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നാം വചനം പഠിച്ചത് പുതിയ നിയമത്തിലെ ഒരു ജെനസിസ് ഉൽപ്പത്തി പുസ്തകം കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 7 ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിനെ കുറിച്ചും മറ്റു മോശയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെയിം അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എൻ്റെ ലാസ്റ്റ് അപ്പോസ്തലപ്രവൃത്തി 7-ന്റെ അവസാനം പറയുന്നത് സ്തെഫാനോസിൻ്റെ മരണം ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് നാം വായിച്ചത് 10-ാം വാക്യം 7-10 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടാണ് യോസഫിനെ കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. മുകളിലെ നമ്മൾ വായിക്കുമ്പോൾ കനാൻ ദേശത്തിലൂടെ ജനത്തെ നടത്തിയതും അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അവരുടെ മരണം, അവരുടെ പരമ്പര, കൽയ സ്തോത്രമൊക്കെയാണ് ദൈവം അവിടെ പ്രസ്താവിച്ചേക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അവസാനം നമുക്ക് 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്നു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. സ്തോത്രം. ദൈവം